ഹലോ, നമുക്ക് വൈക്കത്ത് പോയാലോ? അവിടെ അഷ്ടമിക്കല്ലേ, നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അഷ്ടമിക്ക് പോകുന്നത്. എല്ലാവരും പറഞ്ഞു കേട്ടറിവേ എനിക്കുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിലും മുല്ലക്കച്ചെറപ്പൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. വൈക്കത്ത് അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അഷ്ടമിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങോട്ട് ബൈക്ക് കയറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പുറത്ത് ബൈക്ക് വെച്ചിട്ട് നമ്മൾ ചങ്ങാടത്തിൽ കയറിയാണ് ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ ചെന്ന് മോതിരമൊക്കെ നോക്കി. മോതിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈസിനൊന്നും ഉള്ളതില്ലായിരുന്നു, അഡ്ജസ്റ്റബിൾ അല്ലാത്തതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ടീറക്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു അവതാറിൻ്റെ ഷോ നടക്കുകയുണ്ടായിരുന്നു. അതിനകത്തൊക്കെ കയറി. അവരാ പറ്റുന്ന വിധം നല്ല രസത്തിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റൊക്കെ കൂടി ഇട്ടപ്പോഴത്തേക്കും ഒന്നും കൂടി നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഫുള്ള് സീരിയൽ സെറ്റിൻ്റെ സംഭവമാണ്, എന്നാലും കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. 60 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത്. ഇതിൽ കൂടി ഫുള്ള് നമുക്ക് ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകാം. പിന്നെ അവതാറിലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പ്രതിമ പോലെയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ചെന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് നമ്മളിവിടെ ചെല്ലുമ്പോൾ ഈ റൗണ്ട് സാധനം കണ്ട, അതിനകത്ത് കയറണമെന്ന് പണ്ടെപ്പോഴോ ഞാൻ പറഞ്ഞു, ഓർമ്മയിലവൻ കയറാമെന്നും പറഞ്ഞ് എന്നെ വലിച്ചുകൊണ്ട് പോയതാണ്. സത്യത്തിൽ ഈ സാധനം ഇത്രയും സ്പീഡിൽ കറക്കും എന്നുള്ള സത്യം ഞാൻ അവിടെ താഴത്ത് കയറാൻ ചെന്ന് നിന്നപ്പോഴത്തേക്കും മനസ്സിലായത്. പിന്നെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, അവനും ആദ്യമായിട്ട് കയറുന്നത്. പിന്നെ രണ്ടും കൽപ്പിച്ച് കയറി. പിന്നെ സ്പീഡിൽ ഇറങ്ങിയപ്പോഴുള്ള വീഡിയോ എടുക്കാനുള്ള ധൈര്യമൊന്നും ഞാനില്ലായിരുന്നു. പിന്നെ കാറലായി കൂവലായി. പിന്നെ താഴത്തിറങ്ങിയപ്പോഴത്തേക്കുമാണ് ജീവനുണ്ടല്ലോ എന്നുള്ള സത്യം മനസ്സിലാക്കിയത്. പിന്നെ ഒരു കരിക്കിൻ്റെ ഷേക്കൊക്കെ കുടിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. Please like and subscribe.